Hello. Last class we discussed the communication process, forms of communication. That is oral, written, verbal and non-verbal. Okay, we will just revise it. So, the communication process. What is communication process? Communication process is three components are main: the sender, the message and the receiver. And it functions like a cycle. One cycle function complete we also have to receive the feedback from the receiver of the message. Pinne nammal padichadu forms of communication aanu, and it is divided into two based on the formality as well as the medium. So adil first vanadana oral and written. Oral communication nu parnayal it is a form of communication where we speak to convey our message, and written communication nu parnayal where we write a message to convey it. Pinne vanadana verbal and non-verbal. Verbal nu parnayal it is a division of oral communication. Nammude samsarathine kurichu avada parayunne. Verbal communication nu parayumbo the kind of words we use, the kind of context, the kind of tone, ഇതൊക്കെയാണ് അവിടെ verbal വരുന്നത്. അതായത് appropriate choosing of words, നമ്മൾ സംസാരിക്കേണ്ട formality, നമ്മൾ കീപ്പ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് verbal വരുന്നതെങ്കിൽ നോൺ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it discusses the factors that affects our communication. അതായത് the kind of gestures we use, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് ആണ് നോൺ വെർബലിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അത് പറയുമ്പോൾ നമ്മളുടെ ഫേസിൻ്റെ മോഷൻ, അതായത് നമ്മളുടെ ഫേസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനത്തെ ഇമോഷനാണ് അവിടെ കാണിക്കേണ്ടത്. അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സംസാരിക്കാൻ നേരത്തെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ചിരിക്കണോ, നമ്മളുടെ മുഖം ന്യൂട്രലായിട്ട് വെക്കണോ, പിന്നെ നമ്മളുടെ ഹാൻഡ്സ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു റിസീവറിന് മെസ്സേജ് മനസ്സിലാവണം, ആൻഡ് ഹി ഹാസ് ടു give a feedback. So ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. So there are certain things that restrict this perfect communication. അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So communication barriers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it refers to factors that affect the effectiveness of a communication process. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ the clarity അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയാണ്. സോ ദീസ് ഫാക്ടേഴ്സ് ക്രിയേറ്റ് ആൻ ഒബ്സ്ട്രക്ഷൻ ഇൻ ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് ദ റിസീവർ ഡ്യൂറിങ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നടക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവറിൻ്റെയും അതുപോലെ തന്നെ സെൻറ്ററിൻ്റെയും ഇടയിൽ വരുന്ന കമ്മ്യൂണിക്കേഷന് ചെറിയ രീതിയിലുള്ള ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ തടകളിടും. അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും റിസീവറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ലൈഫാണ് നമ്മളൊരു റിസീവറിന് പങ്കുവെച്ച് കൊടുക്കുന്നത്. സോ അവർ അത് എടുക്കുന്ന രീതിയിൽ തന്നെ എടുത്തില്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. സോ ഒരു ബാരിയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗ ഇറ്റ് എഫക്ട്സ് ദ ഫങ്ഷനാലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ നമുക്ക് പല രീതിക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട്. അതായത് അതിപ്പോൾ റിസീവറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാക്സിമം ദീസ് കൈൻഡ് ഓഫ് ബാരിയേഴ്സ് അവോയ്ഡ് ചെയ്ത ശേഷം മാത്രമേ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതേമാതിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാകും. സോ ബോത്ത് ദ സെൻറ്റർ ആൻഡ് റിസീവർ ഷുഡ് ബി അവെയർ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ആൻഡ് ദേ ഷുഡ് ടേക്ക് അഡിക്വേറ്റ് സ്റ്റെപ്സ് ടു ഓവർകം ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിൻ്റെ ടൈപ്സ് ആണ്. സോ ദ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 6, മേജർലി ഇൻ ടു 6, സംടൈംസ് ഇറ്റ് ഗോസ് ടു 10 ഓൾസോ. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ 6 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സിമിയോട്ടിക് ബാരിയർ അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ. പിന്നെ വരുന്നതാണ് സൈക്കോളജിക്കൽ ബാരിയർ, ഫിസിക്കൽ ബാരിയർ, ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ, cultural barrier and environmental barrier.
പിന്നെ വരുന്ന ഒരു കാര്യമാണ് ടെക്നോളജിക്കൽ ബാരിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ലാംഗ്വേജ് ബാരിയർ. സോ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിലൂടെ നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ലാംഗ്വേജ് പ്ലേസ് ഈക്വൽ റോൾ. നമ്മളുടെ മീഡിയം ഒക്കെ സെക്കൻഡറി ആണ്. ദ പ്രൈമറി പാർട്ട് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ഇസ് ലാംഗ്വേജ്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് sometimes it functions as the main barrier in communication because ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്മൂത്ത് ആയി പോകണമെങ്കിൽ the center as well as the listener need to know the language very well. കാരണം സെൻറ്റർക്ക് അറിയാത്തൊരു ലാംഗ്വേജാണ് റിസീവറിന് റെസ്പോൺസായിട്ട് തരാനുള്ളതെങ്കിൽ, അല്ലെങ്കിൽ റിസീവറിന് കിട്ടുന്ന മെസ്സേജിൻ്റെ ലാംഗ്വേജ് അവർക്ക് അറിയില്ലെങ്കിൽ then മെസ്സേജ് നല്ല രീതിക്ക് കൺവേ ആവത്തില്ല. ഈവൻ ഇഫ് ദേ ട്രൈ ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ദെയർ മദർ ടങ്, ദ കൈൻഡ് ഓഫ് ടോൺ ദാറ്റ് വി ഹാവ് യൂസ്ഡ് മേ നോട്ട് കംപ്ലീറ്റ്ലി ഗെറ്റ് ഇൻ ടു ദം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ ലാംഗ്വേജ് ഈസ് വൺ ഓഫ് ദി മെയിൻ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ and it is important to all persons involved in the communication process should clearly understand the language used. And the language barriers arise when people are not able to understand the language used in communication as different people have different linguistic skill. So ഇങ്ങനെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾക്ക് എല്ലാ ലാംഗ്വേജും അറിയണം എന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇഫ് വി നോ ദ ടൈപ്പ് ഓഫ് തിങ്സ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദെൻ വി ക്യാൻ സംവാട്ട് റിലേറ്റഡ് ടു ദ കണ്ടൻറ്റ്. നമുക്ക് അവർ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ലാംഗ്വേജ് ബാരിയറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം വി നോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് മൈറ്റ് ബി കവേർഡ് ബൈ ദം. ഒരു സ്പീക്കർ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ നേരത്ത് നമ്മൾക്ക് സംസാരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾക്കറിയാൻ പറ്റുമല്ലോ അവരെന്തിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഒരു ടോപ്പിക്കിനിൽ സംസാരിക്കുക എന്നുള്ളത്. സോ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സ്കിൽസ് തന്നെ പലരിലും പലതാണ്. ചില ആൾക്കാർക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള കഴിവുകളുണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവത്തില്ല. ആൻഡ് ഇംഗ്ലീഷ് ഇസ് കൺസിഡർഡ് ആസ് ദി യൂണിവേഴ്സൽ ലാംഗ്വേജ്. എല്ലാ ലാംഗ്വേജ് അല്ലെങ്കിൽ എന്ത് സ്ട്രീമിലാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിലും ലിംഗ്വിസ്റ്റിക്സിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലാംഗ്വേജിൻ്റെ അറിവ് കുറവുള്ള സമയത്താണ് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് ദി ലാംഗ്വേജ് ബാരിയർ അറൈസ് ഡ്യൂറിങ് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഓഫ് ദി മെസ്സേജ് ഇൻ ടു വേർഡ്സ്, use of inappropriate words, different interpretations and faulty translation during the encoding decoding process leads to miscommunication among person. അപ്പോൾ ഈ ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവുന്ന ഒരു സമയത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ലാംഗ്വേജ് അറിയാത്തൊരു ആൾ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കേൾക്കുമ്പോൾ വാട്ട് ദേ ഡു ഇസ് ദേ ട്രൈ ടു ട്രാൻസ്ലേറ്റ്. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു മാറ്റർ നമ്മൾ കേട്ടാലും ഈ സെൻറ്റർ പറഞ്ഞേക്കുന്ന സെയിം കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾക്കത് കിട്ടണം എന്നില്ല. കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു വേർഡിന് ഒന്നിലധികം മീനിങ്സ് ഉണ്ട്. സോ ദ കോണ്ടെക്സ്റ്റ് ഓഫ് യൂസിങ് സച്ച് വേർഡ് ഹാസ് ടു ബി നോൺ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ആണ് റിസീവറിന് കിട്ടിയേക്കണമെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സോ വെനെവർ യു ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് മേക്ക് ഷുവർ യു നോ ദ ലാംഗ്വേജ് യു ആർ ഗോയിങ് ടു സ്പീക്ക് വെരി വെൽ. കാരണം നമ്മളെപ്പോഴും നമ്മൾക്ക് ഫേവറബിളായിട്ടുള്ള ലാംഗ്വേജിലല്ല മെസ്സേജ് അയക്കേണ്ടത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. യൂണിവേഴ്സൽ ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് വുഡ് ബി നോൺ ടു എവറി പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. സോ ആ ഒരു ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ നമ്മൾക്ക് അതിൽ ഓരോ വേർഡ്സും യൂസ് ചെയ്യേണ്ട രീതി അറിയാം, യൂസ് ചെയ്യേണ്ട ടോൺ അറിയാം, ഏത് കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ വേർഡാണ് വരുന്നതെന്നൊക്കെ. സോ ദാറ്റ് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരത്തില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം റിസീവറിൻ്റെ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു അബ്സർഡിറ്റിയോ അല്ലെങ്കിൽ ഒരു മീനിങ്ലെസ്നെസ്സോ തോന്നത്തില്ല. ദെൻ കംസ് ദ സൈക്കോളജിക്കൽ ബാരിയർ. It is completely about the emotional factors that affect the communication. The psychological and emotional factors എന്ന് പറയുമ്പോൾ
ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ മേക്ക് ഷുവർ ദ സെൻറ്റർ ആൻഡ് ദ റിസീവർ ആർ മെൻ്റലി ഓർ ആൻഡ് ഫിസിക്കലി സൗണ്ട്. മെൻ്റലി ആൻഡ് ഫിസിക്കലി സൗണ്ട്, അതായത് നമ്മളൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെൻ്റലി അപ്സെറ്റാണ് അല്ലെങ്കിൽ റിസീവർ മെൻ്റലി അപ്സെറ്റ് ആണെങ്കിൽ ഇറ്റ് മൈറ്റ് ലീഡ് ടു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോർമലി ഇൻ ബിസിനസ് കോണ്ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ വി കമ്മ്യൂണിക്കേറ്റ് നോട്ട് ഫോർ എസ് ബട്ട് ഫോർ അവർ ഓർഗനൈസേഷൻ. അവിടെ നമ്മളെ മെൻ്റലി സൗണ്ട് അല്ല ആ ഒരു ടൈമിലാണ് നമ്മൾ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഇമോഷണൽ ഫാക്ടേഴ്സിൻ്റെ രീതിയിലായിരിക്കും നമ്മളൊരു മാറ്റർ പ്രസൻറ്റ് ചെയ്യുക. ആൻഡ് ദ റിസീവർ ടേക്സ് ഇറ്റ് ദാറ്റ് വേ ഓൺലി. അവർ അതിനെ പല റൂട്ടിലിട്ട് ചിന്തിക്കണം എന്നൊന്നുമില്ല. സോ നമ്മളുടെ സൈക്കോളജിക്കൽ ഫാക്ടർ ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. സംടൈംസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചില ആളുകൾക്ക് സ്പീച്ച് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ഡിപ്രഷൻസ് ഉണ്ടാവാം, ഫോബിയാസ് ഉണ്ടാവാം, ഇമോഷണലി കോൺഷ്യൻ്റ് അല്ലെങ്കിൽ EQ ഫാക്ടർ വളരെയധികം കുറഞ്ഞ ആളുകളുണ്ടാവും. സോ ഇങ്ങനെയൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടർ എഫക്റ്റ് ചെയ്യുന്നത്. സ്റ്റാമറിങ് പ്രോബ്ലം ഉള്ള ഒരാൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചാലും അവിടെ അയാളുടെ സൈക്കോളജിക്കലി ഹി മൈറ്റ് ബി ഡൗൺ. കാരണം എന്താ, അയാൾക്കറിയാം അല്ലെങ്കിൽ ഹി ഓർ ഷീ ഇസ് നോട്ട് വെരി കോൺഷ്യസ് അബൌട്ട് ഹിസ് ഓർ ഹെർ സ്റ്റാമറിങ് പ്രോബ്ലം. സോ ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതൊക്കെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ വളരെയധികം ഡിസ്ട്രക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ മാക്സിമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്ക് ഷുവർ നിങ്ങൾക്ക് സ്പീച്ച് ഡിസോർഡറോ അല്ലെങ്കിൽ കുറേ ആളുകളെ കാണുമ്പോഴുള്ള ഫോബിയോ ഒക്കെ ഉണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലം നിഗ്ലക്റ്റ് ചെയ്തിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് സ്റ്റാമറിങ് ഇഷ്യൂ കാരണം നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. പിന്നെ വരുന്നതാണ് ദ ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ബാരിയേഴ്സ് അറൈസസ് ഡ്യൂ ടു നോയ്സസ്, faulty equipments, closed doors, closed cabins while communication process. Geographical distance between the sender and receiver in the communication process creates physical barrier. So communication is easy when the distance between them is shorter as more channels are available. Modern technology and appropriate communication channels can help to avoid these barriers. So physical barriersൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് മെസ്സേജിൻ്റെ ഡെലിവറിയുടെ പ്രശ്നവും വരാറുണ്ട്. സംടൈംസ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം, ഇപ്പോൾ ഞാനിരിക്കുന്നത് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഏരിയ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ നോയ്സസ് ഒരു രീതിയിലും നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫോൾട്ടി എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ സിഗ്നൽസിൻ്റെ ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ്. ദെൻ ഇഫ് സംബഡി എൻറ്റേഴ്സ് ടു എ റൂം, അവിടെ നമ്മളിപ്പോൾ ഒരാളോട് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഫ് സംബഡി സഡൻലി എൻറ്റേഴ്സ് ദെൻ ദ കോൺവെർസേഷൻ ബ്രേക്സ്. പിന്നെ വരുന്നതാണ് ക്ലോസ്ഡ് ക്യാബിൻസ്, എക്കോസ് വരാനുള്ള സാധ്യതകളുണ്ട്. സോ എപ്പോഴും മാക്സിമം നമ്മളുടെ ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറച്ച് വയ്ക്കുക. എപ്പോഴും ദൂരെയുള്ള ആളുകളോട് ഒരിക്കലും വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ട്രൈ ടു മെയിൽ ദം, ട്രൈ ടു ഇമെയിൽ ദം ഓർ ട്രൈ ടു സെൻഡ് മെസ്സേജസ് ത്രൂ ലെറ്റേഴ്സ്. കാരണം ഇപ്പോൾ സംസാരിക്കുന്നിടയിൽ നമ്മളുടെ മൊബൈൽ ഫോൺ ചീത്തയായി അല്ലെങ്കിൽ നമ്മളുടെ സിഗ്നൽ വീക്കാണ്, ദ കോൺവെർസേഷൻ ട്രൈസ് ടു ബ്രേക്ക് അല്ലേ, കോൺവെർസേഷൻ കോൺസ്റ്റൻ്റ്ലി ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് കണ്ടൻറ്റ് ശരിക്കും മനസ്സിലാവണമെന്നില്ല. സോ ഇതൊരു ബാരിയറാണ്. ദെൻ കംസ് ദി ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ. ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി പേഴ്സൺ. ഒരാൾക്ക് ഒരു സബ്ജക്റ്റ് മാറ്ററിനോടോ അല്ലെങ്കിൽ സെൻറ്ററിനോടോ ഉള്ള സബ്ജക്റ്റ് മാറ്റർ റിസീവ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് വരാറുണ്ട്. സപ്പോസ് ഇഫ് ഐ ആം ദ ഹെഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് സം ഓഫ് മൈ സ്റ്റാഫ്സ് ഹാവ് ഇഷ്യൂസ് വിത്ത് മീ. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരാൻ നേരത്ത് അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളോടൊട്ടും താല്പര്യം ഉണ്ടാവത്തില്ല. സോ ദേ നിഗ്ലക്റ്റ്. അതാണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ. നമ്മൾ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അല്ലെങ്കിൽ അതിന് റിസീവ് ചെയ്യാനുള്ള ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ലാതെയാണ് നമ്മളൊരു കണ്ടൻറ്റ് വായിക്കുന്നതെങ്കിൽ നമ്മൾക്ക്
ഫുള്ള് കോൺസെൻട്രേഷൻ ഇട്ടിട്ട് വായിക്കാറില്ല, നമ്മൾ വായിക്കത്തില്ല. ആൻഡ് ഇപ്പോൾ ആരെങ്കിലും പറയുന്നത് കാര്യം കേൾക്കാനാണെങ്കിൽ നമുക്ക് ആ സംസാരിക്കുന്ന ആളോട് താല്പര്യമില്ലെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണിക്കുന്നത്, നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദി ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കാരണം ഇൻഎബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദി സബ്ജക്റ്റ് മാറ്റർ. പിന്നെ വരുന്നതാണ് കൾച്ചറൽ ബാരിയർ. സോ പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് റീജിയൻ ഹാവ് ഡിഫറെൻറ്റ് ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് പെർസെപ്ഷൻസ്. അതവരുടെ കൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്, അവരുടെ വിശ്വാസങ്ങളും എല്ലാം. സോ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് മീനിങ് ഫോർ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ ഡ്രസ്സിങ് ആണെങ്കിലും റിലീജിയൻ ആണെങ്കിലും അവർ കുടിക്കുന്ന ഡ്രിങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജനറൽ ബിഹേവിയർ തന്നെ കൾച്ചറൽ ബാരിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് important to take these cultural differences when it comes into communication. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ to overcome the barrier of communication arising due to culture and empathy is important. നമ്മളുടെ കൾച്ചർ, ചില കൾച്ചറിലുള്ള ആളുകൾക്ക് ബാക്കിയുള്ള കൾച്ചറിൻ്റെ ടോക്സിനോടോ അല്ലെങ്കിൽ അവരുടെ മെസ്സേജസിനോടോ താല്പര്യം ഉണ്ടാവാണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾ ആൻഡ് ദേ ഹാവ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും. സോ ട്രൈ ടു ഗിവ് ആൻ എംപത്തറ്റിക്കൽ ഫീലിംഗ് ടു ദം. ഒരു സിമ്പത്തി അല്ല, എംപത്തറ്റിക്കൽ ഫീലിംഗ്. ആ ഒരു എംപത്തറ്റിക്കൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബിലോങ്ങിങ്നെസ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് ആ ഒരു കോംപ്ലക്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മളുടെ മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കൾച്ചറൽ ബാരിയർ ഫങ്ഷൻസ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ. Then comes the environmental barrier. So environmental barrier എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യമാണ്, അവിടെ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. സോ ഫിസിക്കൽ സെറ്റിങ്ങും അതുപോലെ തന്നെ സിറ്റുവേഷൻസും എല്ലാം നമ്മളുടെ മെസ്സേജസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. സോ യു മസ്റ്റ് എൻഷുർ ദാറ്റ് ആൻ എൻവയോൺമെൻറ്റ് വെർ കമ്മ്യൂണിക്കേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഷുഡ് ബി കംഫർട്ടബിൾ ആൻഡ് സെക്യൂർ. അതായത് നമ്മളിപ്പോൾ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം, നമ്മളിരിക്കുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ പ്രശ്നം കാരണം കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മളുടെ സറൗണ്ടിങ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ വെൻ ഇറ്റ് കംസ് ടു എ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഓർ ആൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, മേക്ക് ഷുവർ യു സിറ്റ് ഇൻ എ പ്ലേസ് വെർ ഇറ്റ് ഈസ് കംഫർട്ടബിൾ ആൻഡ് സെറീൻ. കേൾക്കുന്ന ആളുകൾക്കോ സംസാരിക്കുന്ന ആളുകൾക്കോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസസും വരാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദാറ്റ് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവത്തില്ല. ആൻഡ് ആ ഒരു ഹാപ്പി ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലിരുന്ന് സംസാരിക്കാൻ നേരത്ത് നമ്മൾക്ക് കിട്ടുന്ന മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിരിക്കും. സോ ഇതും ഒരു ബാരിയർ തന്നെയാണ്. പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഓർഗനൈസേഷണൽ ബാരിയർ. ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഹൈറാർക്കി. അതായത് ഓരോ ഓർഗനൈസേഷനും ഓരോ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളിലുള്ള ഒരു ഡിഫറൻസ് പോലെ തന്നെ ഓർഗനൈസേഷനിലും ഡിഫറൻസസ് ഉണ്ടാകും. ആൻഡ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഡെലിവറി നമുക്ക് നടക്കണം എന്നില്ല. സോ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മളേലും കുറച്ചുകൂടെ ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡേർഡിനേക്കാളും ഒബ്വിയസ്ലി കുറവായിരിക്കും അവരുടെ ഒരു ഫീൽഡ് ഓഫ് ടോക്കിംഗ് ആൻഡ് ഫീൽഡ് ഓഫ് റിസീവിങ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ മെസ്സേജസ് ഡെലിവർ ആക്കുക. ആൻഡ് നെവർ എവർ പേഴ്സണലി ഓർ പ്രൊഫഷണലി അറ്റാക്ക് ആൻ ഓർഗനൈസേഷൻ. ഒരു കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധ കുറവിൻ്റെ തന്നെയാണ്. സോ മേക്ക് ഷുവർ ഓരോ ഓർഗനൈസേഷനും കീപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിൻ്റെ ലെവലിലേക്ക് ചെന്നിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.